റാങ്കിങ് ടാസ്ക് അതെ വന്നിരിക്കുകയാണ്. റാങ്കിങ് ടാസ്ക് നമ്മുടെ സീസൺ 6-ൽ ജിൻഡോയെ എടുത്തിട്ട് കൊടയുകയാണ് വീട്ടുകാർ. ഒന്നുകിൽ നിങ്ങൾ നോക്കിക്കോ, നാളത്തോടു കൂടി ജിൻഡോ വിന്നർ ആണെന്നുള്ള കാര്യം ഉറപ്പാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജിൻഡോയെ കൊടഞ്ഞു വാരി ഡേ 1 മുതൽ ഡേ 70 വരെ ഉള്ള ദിവസങ്ങൾ ജിൻഡോ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഫുള്ളും വീട്ടുകാർ എടുത്തിടും. ജിൻഡോയെ തൊലയ്ക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് നാളെ നടക്കും. കാരണം നോറ, സിജോ, ജാസ്മിൻ ഇവർ എല്ലാവരും ജിൻഡോയുടെ പണ്ട് മുതലുള്ള വൃത്തികെട്ട സംസാരങ്ങൾ, ജിൻഡോയുടെ ഈ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, പിന്നെ പലരെയും ഭീഷണിപ്പെടുത്തുന്ന ഇതെല്ലാം പറയാണ്. എല്ലാവർക്കിട്ടും കിട്ടുന്നുണ്ട്. റാങ്കിങ് ടാസ്കിൽ എല്ലാവർക്കിട്ടും കിട്ടുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കാൻ ഭയങ്കര സാധ്യതയാണ്. 2 പ്രൊമോ വന്നിട്ടുണ്ട്. എപ്പിസോഡ് കഴിഞ്ഞിട്ടൊരു പ്രൊമോയും 12 മണി കഴിഞ്ഞപ്പോൾ ഒരു പ്രൊമോയും വന്നിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് പ്രൊമോ വന്നപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഡ്രൈ ഡേ ആണെന്ന്. ഡ്രൈ ഡേ അല്ല അപ്പോൾ, കാരണം നാളെ അങ്ങനെയാണെങ്കിൽ ലൈവിൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടന്റ് ഉണ്ട്, അപ്പോൾ ഡ്രൈ ഡേ അല്ല അവർക്ക്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊമോ. റാങ്കിങ് ടാസ്ക്. മറ്റ് മത്സരാർത്ഥികളെക്കാൾ 1-ാം സ്ഥാനത്തെത്താൻ നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം കഴിവും യോഗ്യതയും ഉള്ളവരാണെന്ന് സ്വയം തെളിയിക്കാൻ ഇതാ ഒരു അവസരം. നേരെ ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. 1 മുതൽ 13 വരെയുള്ള നമ്പറിൽ അക്കങ്ങൾ ഇങ്ങനെ അടുക്കി പെഡസ്റ്റൽസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പൊസിഷനാണ് ഇവിടെ അർഹൻ എന്ന് തോന്നുന്നത് അവിടെ പോയി നിൽക്കുക. അതിനുവേണ്ടി ആ പൊസിഷന് വേണ്ടി വാദിക്കുക. ഭൂരിപക്ഷ പ്രകാരമാണ് അവിടെ നമ്മൾ ഇരിക്കേണ്ടത്. തമിഴിലും കഴിഞ്ഞ സീസണും മലയാളമൊക്കെ അങ്ങനെയാണ്. അപ്പം നന്ദന പറയണം, എനിക്ക് ആഗ്രഹമുള്ളത് ഒരു വീട്. ആ സ്വപ്നം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കത് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ 1-ാം പൊസിഷനിൽ നിൽക്കുന്നു. 1-ാം പൊസിഷൻ നന്ദന വന്ന് 1-ാം പൊസിഷൻ എനിക്ക് കിട്ടാൻ അർഹയാണെന്ന് പറഞ്ഞ് വാദിച്ചവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ, 1-ാം സ്ഥാനം നേടാനുള്ള ക്വാളിറ്റി എനിക്ക് വീട് വേണം, എനിക്ക് പൈസ വേണം എന്നുള്ളതല്ല. ആ ഡയലോഗ് പൊട്ടി. അപ്പോൾ നന്ദനയുടെ ഈ പറഞ്ഞ ഡയലോഗ് തള്ളിപ്പോയി. ജാസ്മിൻ പറഞ്ഞ ഡയലോഗിനെതിരെ നന്ദന പറഞ്ഞ ഡയലോഗ് തള്ളിപ്പോയി. അപ്പോൾ അപ്സര, എല്ലാവർക്കും പൈസ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് മാത്രമല്ല എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് സിജോ ജിൻഡോയ്ക്ക് കൊടുക്കുന്നതാണ്. സിജോ പറയുന്നു, തരം താന്ന ഗെയിം കൊണ്ടുവന്ന് ഇവിടെ ഗെയിം കളിച്ചിട്ടുള്ളത് ജിൻഡോ ബ്രോ ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ജിൻഡോ, ഇത്രയും നാളായിട്ട് ഞാൻ വേറെ അധികം ചീത്ത വായി തോന്നിയവരെ ഒന്നും, ഇവിടെ ഉള്ളവരെ ഒന്നും ഞാൻ വായി തോന്നിയത് പറഞ്ഞിട്ടേ ഇല്ല, വിളിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല. നമ്മളെ ബിഗ് ബോസ് സീസൺ 6 അല്ലേ കാണുന്നത്? ജിൻഡോ ആരെ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഈ 70 ദിവസം വൃത്തിയായിട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? നോക്കാം നാളെ അവരൊക്കെ തിരിച്ച് പറയുമെന്ന്. അപ്പം നോറ, ജിൻഡോ പറഞ്ഞു, ഞാൻ ഇതുവരെ ആരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ നോറ, സ്ത്രീ വിരുദ്ധ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. എനിക്ക് വയ്യ നോറയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് പറയാത്തത്. സ്ത്രീ വിരുദ്ധ കമൻറ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടെ ജിൻഡോയുടെ നേരെ വളഞ്ഞു നിൽക്കുന്നതാണ് ആദ്യം ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. പിന്നീട് നോറ പറയുന്നു, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ. കാരണം ഈ സാധനം ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോയ്ക്ക് സീസൺ 6-ൽ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കാണത്. സ്വന്തം അച്ഛനായാലും അമ്മയായാലും പോലും സ്വന്തം നിലനിൽപ്പിന് പ്രശ്നമാണെങ്കിൽ വെട്ടിത്തള്ളും എന്ന് ജിൻഡോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അത് ജിൻഡോയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. ആ സാധനമാണ് നോറ എടുത്തിട്ട് നോറ സ്കോർ ചെയ്തത്. അപ്പം സിജോ, ഇവിടെ ഓരോ ദിവസവും ഗെയിം കളിക്കാൻ പറയുമ്പോഴും വൃത്തികെട്ട രീതിയിൽ മോശമായി ചീഞ്ഞളിഞ്ഞ കണ്ടന്റുമായി ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി ജിൻഡോയെ ആയിരിക്കാം, അല്ലെങ്കിൽ നോറയായിരിക്കാം, വേറെ ആരെയും പറയത്തില്ല. അപ്പോൾ ജാസ്മിൻ, ഞാൻ നല്ല കുട്ടിയാണെന്ന് പറയുന്നത് അത് അപ്പോൾ എന്തോന്നാണ് നിങ്ങൾ കൊടുക്കുന്നത്? നന്ദന എടുത്ത് പറയാണ്. അപ്പം ഞാൻ പ്രേക്ഷകരല്ലല്ലോ പറ്റിച്ചത്, ഞാൻ നിങ്ങളെയാണ് പറ്റിച്ചത്, അതെൻ്റെ കഴിവ്. പിന്നീട് ശ്രീതുവും സായിയും കൂടെയാണ്. സായി പറയാണ്, അതാണ് ഗെയിം, അത് എന്തുകൊണ്ട് അങ്ങനെ എടുത്തില്ല നിങ്ങൾ? അപ്പോൾ ശ്രീതു, അതൊരു ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നു, അത് വന്ന് സായി ചേട്ടാ അത് വന്നൊരു ഗ്രൂപ്പ് ടാസ്ക് അല്ലല്ലല്ല, ഗ്രൂപ്പ് ടാസ്ക് ഒന്നും അല്ല എന്നിങ്ങനെ പറയുന്ന പ്രൊമോ അവിടെയാണ് അവസാനിക്കുന്നത്. നാളെ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടത്തല്ല് നടക്കും. റാങ്കിങ് ടാസ്ക് നടക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തല്ലാണ് നടക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ മുതൽ അങ്ങോട്ട് വരെ കൂട്ടത്തല്ല് നടക്കും. കാണാം നാളെ എന്തൊക്കെ നടക്കുന്ന ലൈവ് അപ്ഡേറ്റുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.